ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ മസാലയിലേക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യണം. അത് നമുക്ക് ചെയ്യാം. ചിക്കനിലെ മസാല എല്ലാം പുരട്ടി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ എന്തായാലും വിഷ്ണു ചിക്കനൊക്കെ മസാല ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നോൺ വെജ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് എന്താണ് നീ റെഡി ആക്കാൻ പോകുന്നത്? അടുത്ത് നമ്മൾ കുറച്ച് വെജ് ഐറ്റംസ് ഇല്ലേ, അത് നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ടാണ്. എങ്ങനെ സെയിം മസാല എല്ലാം സെയിം ആണ്. ബട്ട് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുത്തിട്ട് അതിനെ ഗ്രില്ല് ചെയ്ത് റെഡിയാക്കാൻ. അപ്പോൾ എന്തൊക്കെയാണ് വെജിറ്റേറിയൻസ് ഐറ്റംസ്? നമ്മുടെ കോളിഫ്ലവർ, ഓണിയൻ, ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ ബ്രിഞ്ചാൾ, പൊട്ടറ്റോ, ടൊമാറ്റോ, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സാധനം അതുപോലെ നമ്മുടെ സെയിം അതുപോലെ തന്നെയാണ്. ബട്ട് നമ്മൾ ഇതിനകത്ത് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് സ്റ്റിക്കിനകത്ത് നമ്മൾ മറ്റേ ടിക്ക ചെയ്യുന്ന പോലെ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ. അപ്പോൾ എന്തായാലും വിഷ്ണു എനിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ കോളിഫ്ലവറും ഇതൊക്കെ വെച്ചിട്ട് ഒരു പുതിയ ടൈപ്പിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈ കോളിഫ്ലവർ ആൻഡ് മഷ്റൂമിന്റെ തിക്ക കഴിച്ചിട്ടുണ്ട്, പനീറൊക്കെ. എന്തായാലും ഇവിടെ ഇവൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നമുക്ക് എന്തായാലും നോക്കാം അല്ലേ. ഹോം മെയ്ഡ് ആയിരിക്കും. ടോട്ടലി ഹോം മെയ്ഡ് ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും അവസാനം ടേസ്റ്റ് പറഞ്ഞു കേട്ടോ.